ഇതുണ്ടല്ലോ പാർട്ട് 2 ഓഫ് ഷിലോങ് ട്രിപ്പാണ്. നമ്മൾ കുറേ സമയം യാത്ര ചെയ്തപ്പോൾ നമുക്ക് കുറച്ച് ബെനായിട്ടാകുമ്പോൾ നമ്മൾ അവിടെ ഉള്ളൊരു എന്താണ് ഉമിയം ലേക്ക്, അവിടെ നമ്മൾ ഷിലോങ് പോകുമ്പോൾ ഫസ്റ്റ് കിട്ടുന്നൊരു സ്പോട്ടാണ് കേട്ടോ. ഉമിയം ലേക്ക് സൈഡ് ഡാമും ലേക്കും എല്ലാം കൂടിയിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മളവിടെ കുറച്ച് സമയം റിലാക്സ് ചെയ്യാൻ വെച്ച് നിർത്തിയാണ്. അവിടെ കണ്ടൊരു സാധനമാണ് കേട്ടോ. ഈ സാധനത്തിന് നമ്മുടെ നാട്ടിൽ തടുപ്പാന്ന് പറയും. നമ്മൾ കാസർഗോഡുകാർ ഇന ബീഡി സൂപ്പ് അല്ലെങ്കിൽ തടുപ്പ അങ്ങനെയെല്ലാം പറയും. നിങ്ങളുടെ നാട്ടിൽ എന്ത് പറയുന്നത് എന്ന് പറയണേ. പിന്നെ അവിടുന്ന് നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി. കാരണം നമുക്ക് 1 മണിയാകുമ്പോൾ ഷിലോങ് എത്തണം എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ നമുക്ക് ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ അതും വിചാരിച്ചങ്ങ് ഇറങ്ങിയത് മാത്രമേ ഓർമ്മയില്ലൂ. പിന്നെ മൊത്തം ബ്ലോക്കാണ്. ഈ തല നാത്തല വരെ ഈ ലൈനാണ് ഈ കാറിൻ്റെ മൊത്തം. പക്ഷേ അത്യാവശ്യം നന്നായിട്ട് ട്രാഫിക് റൂൾസ് നോക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ട്രാഫിക് ഡിസിപ്ലിൻ നോക്കുന്ന ആൾക്കാരാണ് ഈ മേഘാലയക്കാർ. അപ്പോൾ അവരിങ്ങനെ അനാവശ്യമായിട്ട് ഇങ്ങനെ ഓവർടേക്ക് ചെയ്ത് ബ്ലോക്ക് ഉണ്ടാക്കുന്ന ഒരു കളിയില്ല അവർക്ക്. അവരിങ്ങനെ ക്ഷമയോട് വെയിറ്റ് ചെയ്ത് സമാധാനത്തോടെ അവർ മൂവ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. നല്ല പാവ ആൾക്കാരാണെന്ന് തോന്നിനി. പിന്നെ അത്യാവശ്യം വൃത്തിയുള്ള സിറ്റിയും കൂടിയാണ്. ഷിലോങ് സിറ്റിയിൽ നമ്മളധികം സ്റ്റേ ചെയ്തില്ല, പക്ഷേ പോയ വഴിക്കെല്ലാം കണ്ട് അത്യാവശ്യം വൃത്തിയുള്ള സിറ്റിയാണ്. അത് അധികം നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിനെ പോലെ ഇങ്ങനെ പാൻ തുപ്പിയിടുന്ന ആ സംഭവം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ നേരെ ഷിലോങ് പീക്കിലോട്ട് പോയി. ഷിലോങ് പീക്ക് അത്യാവശ്യം നല്ലൊരു സ്ഥലമാണ്. 4 മണി വരെ മാത്രമേ അവിടെ എൻട്രി ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഒരു 2:30 ആകുമ്പോൾ എത്തി. ഫുഡും കഴിച്ച് പെട്ടെന്ന് ഇറങ്ങി ഷിലോങ് പീക്കിലേക്ക്. നടക്കാനുള്ള ദൂരം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ നമ്മൾ സ്റ്റേ ചെയ്യുന്നിടത്തുനിന്ന്. നല്ല രസമാണ്. ഇങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ എല്ലാം ഇങ്ങനെ സീനറി കണ്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു ഏരിയയും കൂടിയാണ് കേട്ടോ. നല്ല വെയിലുണ്ടായി. അതിനോണ്ട് അത്ര തണുപ്പില്ല. മലൻ്റെ മുകളായതുകൊണ്ട് തോന്നുന്നു തണുത്ത കാറ്റുണ്ട്. പക്ഷെ അതിനോട് തന്നെ വെയിലുള്ളതുകൊണ്ട് നല്ല സുഖമുള്ള ഒരു ക്ലൈമറ്റ് ആണ്. നല്ല രസമായിരുന്നു. പിന്നെ അവിടെ അത്യാവശ്യം ഷോപ്പിംഗ്, സ്ട്രീറ്റ് ഫുഡ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അധികം ക്രൗഡഡ് അല്ല. നല്ല സമാധാനം ഉള്ളൊരു ഏരിയയിനും സാധാരണ വ്യൂ പോയിൻ്റ് പോലെ ഇങ്ങനെ ആൾക്കാർ തിങ്ങി നിറഞ്ഞ ഒരു ഏരിയ അല്ല. അതിനും സാധാരണ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ അവിടെ ഇഷ്ടംപോലെ ഇങ്ങനത്തെ ഷോപ്പിംഗ്, പിന്നെ ഈ ഡ്രസ്സെല്ലാം ചെയ്യുമല്ലോ അവരുടേതായ കൾച്ചറിൻ്റെ. അപ്പം അത് 100 രൂപ കൊടുത്താൽ നമുക്കും കൂടെ ട്രൈ ചെയ്യാം. പിന്നെ ഇഷ്ടംപോലെ ഇങ്ങനത്തെ സ്ട്രീറ്റ് ഫുഡ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ പൈനാപ്പിൾ എന്തായാലും ഞാൻ ട്രൈ ചെയ്ത് ഉപ്പും മുളകെല്ലാം ഇട്ടിട്ട് അടിപൊളിയായിരുന്നു. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഒരു ചായയും കൂടെ കുടിച്ചിട്ട് അവിടെ നിന്ന് വിട്ടിട്ടാ. അപ്പോൾ ബാക്കി നാളെ ബായ്.